ദൈവവചന വർഷമായി മലങ്കര കത്തോലിക്ക സഭ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ ഇടവകയിൽ ദൈവവചന വർഷത്തിൻ്റെ ഒരുക്കമായിട്ട് ഈ ആരാധനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ ശക്തി കൂടുതലായിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനും അനുഭവിക്കുവാനും അഭിഷേകം ചെയ്യുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആദിയിലുണ്ടായിരുന്ന വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ച് പീഡാസഹനങ്ങളിലൂടെ കുരിശുമരണം വരിച്ച് കബറടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മുന്നിൽ ദൈവം എഴുന്നള്ളിയിരിക്കുന്ന അവസരമാണല്ലോ ഇത്. ദൈവത്തിൻ്റെ ഈ വലിയ ദാനത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. അവിടുത്തെ വചനത്തിൻ്റെ അഭിഷേകം നമുക്ക് സ്വീകരിക്കാനായിട്ട് പരിശ്രമിക്കാം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്കിപ്പോൾ ശ്രവിക്കാം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. ദൈവമേ, സ്തുതിനക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോ.